മാണി ഗ്രൂപ്പ് LDF വിടില്ല. സർ, അവർക്ക് വേണ്ടി ഇതാ ഭൂപതിവ് ചട്ടം തന്നെ ഭേദഗതി ചെയ്തു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ ഒരു തീരുമാനം തൽക്കാലം LDF വിടേണ്ടതില്ല എന്നാണ്. കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ മറ്റേത് പാർട്ടിയിലേക്കോ ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് പോകുന്നില്ല. LDFന്റെ തന്നെ ഭാഗമായി തുടരുന്നു. ഈ പുതിയ രാഷ്ട്രീയ നീക്കത്തെ, ഈ ഒരു ഭൂപതിവ് ചട്ടം പോലും ഭേദഗതി ചെയ്തു നൽകിയ ഈ ഒരു LDFന്റെ രാഷ്ട്രീയ നീക്കത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? പിണറായി സർക്കാർ ചെയ്തു കൊടുത്ത ഈ ഇത്രയും വിവാദങ്ങള് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിൽ കത്തി നിൽക്കുന്ന വിവാദങ്ങൾക്കിടയിൽ LDF സർക്കാർ ചെയ്തു കൊടുത്ത ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കമാണ്. അവരുടെ ഒരു ചടുലമായ നീക്കമായിരുന്നു ഈ ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തു കൊടുക്കുക. അതിനുള്ള അനുമതി മന്ത്രിസഭ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് സബ്ജക്ട് കമ്മിറ്റിക്ക് പോവുകയാണ്. സബ്ജക്ട് കമ്മിറ്റിയാണ് അത് പരിശോധിക്കുന്നത്. അവരുടെ പരിശോധനയിൽ കുറച്ചൊക്കെ തർക്ക വിഷയങ്ങളൊക്കെ ഇതിനകത്തിലുണ്ട്. എങ്കിലും കുറച്ച് നല്ല ശതമാനവും കർഷകർക്ക് അനുകൂലമാണ്. മലയോര കർഷകർക്ക് അനുകൂലമായ തീരുമാനമാണ് ഇക്കാര്യത്തിൽ വരാൻ പോകുന്നത്. പട്ടയ സംബന്ധമായിട്ട് വർഷങ്ങളായിട്ട് അവിടെ മലയോരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാദ്യം ഇടുക്കി ജില്ലയ്ക്ക് മാത്രം ബാധകമായിട്ടായിരുന്നു ചട്ടങ്ങളും ഒക്കെ വന്നിരുന്നത്. 1960, 64 കാലഘട്ടങ്ങളിൽ വന്ന നിയമങ്ങളാണ് ഇതെല്ലാം. ഇതിനെയാണ് ഇപ്പൊ ഭേദഗതിയിലൂടെ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ സംസ്ഥാന വ്യാപകമായിട്ട് വരും. മലയോര ജില്ലകൾക്കെല്ലാം ബാധകമായിട്ട് വരുന്ന നിയമമാണ്. അങ്ങനെ നിയമമായിട്ട് മാറ്റിയെടുക്കാനാണ്. അങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇത് ഇടുക്കി മാത്രമല്ല, മലയോര ജില്ലകളിൽ എല്ലാവർക്കും ഈ നിയമം ബാധകമാകും, വലിയ അനുഗ്രഹമാകും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഈ മലയോര ജില്ലകളോടും അല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങളോടും LDF സർക്കാരിന് പെട്ടെന്നൊരു താല്പര്യം ഈ വലിയ സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു താല്പര്യം തോന്നാനുള്ള കാരണം, ഇവരുടെ പ്രധാന ഘടകകക്ഷിയായിട്ട് ഇപ്പൊ നിൽക്കുന്ന, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പ്രധാന ഘടകകക്ഷിയായി നിൽക്കുന്ന ഒരു നല്ല വോട്ട് ബാങ്കായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പൊ അതിന്റെ നേതാവ് ജോസ് കെ മാണി MP ആണ്. ജോസ് കെ മാണി MPയുടെ നേതൃത്വത്തിലാണ്. അവർക്ക് ഏതാണ്ട് 5 MLA ഉണ്ട് നിയമസഭയിൽ. അവർക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് 3 MLA, പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ഓരോരുത്തരും, അങ്ങനെ 5 MLA ഉണ്ട് അവർക്ക്. അതിലൊരാൾ മന്ത്രിയുമാണ്, ഇടുക്കിയിൽ നിന്നുള്ള MLA മന്ത്രിയുമാണ്, റോഷി അഗസ്റ്റിൻ എന്ന് പറഞ്ഞ മന്ത്രി. ഇവര് കത്തോലിക്ക സഭയ്ക്കിടയിലും ഒക്കെ നല്ല സ്വാധീനമുള്ള കക്ഷിയായതുകൊണ്ട് ഇവരെ റാഞ്ചാനുള്ള ശ്രമങ്ങള് നടത്തുന്നുണ്ടായിരുന്നു UDF. കാരണം പണ്ട് ഒരു വർഷങ്ങളായിട്ട് UDFന്റെ ഘടകകക്ഷിയായിരുന്നല്ലോ. KM മാണി ഉണ്ടായിരുന്ന കാലം വരെ അവർ UDFന്റെ ഘടകകക്ഷിയായിരുന്നു. ഒരുപാട് സ്വാധീനങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുന്ന, അവർക്ക് രാഷ്ട്രീയ തലത്തിലാണെങ്കിലും സാമുദായികപരമായിട്ടും ഒക്കെ വളരെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സമുദായമാണ്. കത്തോലിക്ക സമുദായത്തിന്റെ പിന്തുണയാണ്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ കത്തോലിക്ക സഭയുടെ പിന്തുണയുള്ളവരാണ്. അതൊരിക്കലും LDFന് കിട്ടിയിരുന്നില്ല. UDFന്റെ കുത്തകയായിരുന്നു ഇത്. പക്ഷെ ഇത് കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു മധ്യ തിരുവിതാംകൂർ പ്രത്യേകിച്ച് കോട്ടയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. KM മാണിക്കൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെയായിരുന്നു. കോട്ടയം ജില്ലയായിരുന്നു ഇവരുടെ ഒരു പ്രശ്നമായിട്ട് നിലനിന്നിരുന്നത്. കോട്ടയം ജില്ലയിൽ ആരാണ് മിടുക്കന്മാര്, കോട്ടയം ജില്ലയിലെ കേമന്മാർ ആരാണെന്നുള്ളതായിരുന്നു അന്നത്തെ തർക്കം വന്നിരുന്നത്. ഇവർ LDFലേക്ക് വിടാനുള്ള ഒരു സാഹചര്യം വന്നത് അങ്ങനെയാണ്. ഇത് മുമ്പും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് KM മാണി ഒക്കെ അവകാശപ്പെടുന്നത് കോട്ടയം ജില്ല കേരള കോൺഗ്രസിന്റെ കുത്തകയാണ്. കേരള കോൺഗ്രസിന്റെ കുത്തകയിലാണ് അവിടെ ജയിക്കുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് അവിടെ വേണമെന്ന് പറഞ്ഞ് KM മാണി ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമായിരുന്നു. പക്ഷെ കോട്ടയത്തെ കോൺഗ്രസ്സുകാരെ സമ്മതിച്ചു കൊടുക്കത്തില്ല. കോട്ടയത്തെ കോൺഗ്രസ്സുകാർ വളരെ ശക്തമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടും. അവരത് പറയുന്നതല്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ അത്രയും സ്വാധീനമില്ല, കോൺഗ്രസ് ആണ് കോട്ടയം ജില്ലയിലെ വലിയ സ്വാധീനമുള്ള പാർട്ടി, അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയുമായിരുന്നു. പിന്നെ ഉമ്മൻചാണ്ടിയും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നു. ഉമ്മൻചാണ്ടിയും KM മാണി അവരെ കുറച്ചൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വായുദ്ധങ്ങള്, മൗത്ത് വാറൊക്കെ ഉണ്ടാകുമെങ്കിലും അവസാനം അവർ UDF തന്നെ തുടരുമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ സമ്പ്രദായം നിലനിന്നിരുന്നത്, നമ്മുടെ UDFനകത്തേക്ക് ഇവർ നിലനിന്നിരുന്നത്. പക്ഷെ അതിനുശേഷം KM മാണിയുടെ മരണശേഷമാണ് ഇവര് LDFലേക്ക് മാറാൻ തുടങ്ങുന്നത്. അതിനുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത്, അതിനകത്തൊരു പ്രധാനപ്പെട്ട റോള് വഹിച്ചത് ശ്രീ VN വാസവൻ MLA ആണ്. കോട്ടയം MLA ആയിരുന്ന VN വാസവനാണ് ഈ മാണി ഗ്രൂപ്പിനെ LDFലേക്ക് കൊണ്ടുപോയി പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുന്നത്. CPM പക്ഷത്തുള്ള ഒരു നേതാവ്.
എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം മാണിയുടെ നമുക്ക് ചരിത്രം അറിയാമല്ലോ. LDF അദ്ദേഹത്തെ അപമാനിച്ചത്, നമ്മുടെ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ഫിനാൻസ് ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ നിയമസഭയ്ക്കകത്തിട്ട് അപമാനിച്ചതും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ വാക്കുകളും അല്ലേ, കോഴമാണി പിന്നെ എന്തെല്ലാം ആരോപണങ്ങളൊക്കെയാണ് LDF ഉന്നയിച്ചത്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദനായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നത്. അപ്പൊ ഇവര് മുഴുവൻ കള്ളന്മാരാണ്, ഇവരുടെ വീട്ടിൽ കള്ളനോട്ടഴിയാണ്, രാത്രി KM മാണിയുടെയും ഭാര്യയുടെയും പണി കള്ളനോട്ട് എണ്ണുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചവരാണ് നിയമസഭയ്ക്കകത്ത്. പിന്നീട് ഉണ്ടായ നിയമസഭയിൽ നടന്ന രംഗങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ വളരെ അകന്നു നിന്ന കേരള കോൺഗ്രസിനെ വളരെ പെട്ടെന്ന് KM മാണിയുടെ മരണശേഷം തിരിച്ചു കൊണ്ടുവന്നത് LDF ആയിരുന്നു. അത് അവരുടെ ഒരു ബുദ്ധിയായിരുന്നു. അതിനകത്ത് VN വാസവന് നല്ലൊരു റോളുമുണ്ട്. കാരണം ഈ 4 ജില്ലകളില്, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, ഈ 4-5 ജില്ലകളില് ഇവർക്ക് സ്വാധീനമുണ്ട്. ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയത്തും ഇടുക്കിയിലും അവർക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ആ നല്ലൊരു വോട്ട് ബാങ്കാണ് അവിടെ. 10-20 MLA-മാരുടെ 10-20 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്വാധീനിക്കാൻ കഴിയുന്ന പാർട്ടി തന്നെയാണത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇത് കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ പാലായിൽ എന്തുകൊണ്ട് ജോസ് കെ മാണി തോറ്റു എന്ന് ചോദിച്ചാൽ അതിന്റെ വേറെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. അത് പാലായിൽ തന്നെ കരുത്തനായിട്ടുള്ള മറ്റൊരു കത്തോലിക്ക നേതാവ് വന്നതുകൊണ്ടാണ്. മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരു ഉഗ്രപ്രതാപി അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് ജോസ് കെ മാണിക്ക് തോൽക്കേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ അവിടെ ജയിച്ചു പോകുമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ജോസ് കെ മാണിയെ തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനെ തട്ടിയെടുക്കുന്നതിനായിട്ട് UDF-നകത്ത് വളരെ സജീവമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തു വില കൊടുത്തും അവരെ തിരിച്ചെടുക്കണമെന്നൊരു ചർച്ച കാര്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അത് ശരിയുമാണത്. എപ്പോഴും വോട്ട് സ്വാധീനം വരുന്നത് അങ്ങനെയാണല്ലോ. മലബാറും തെക്കൻ ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ മധ്യ തിരുവിതാംകൂറിലെ സീറ്റുകളാണ് എപ്പോഴും ജയാവിജയങ്ങളുടെ ഒരു ഭരണത്തിലേറുന്നതിനായിട്ട് വലിയ ഘടകമായിട്ട് മാറുന്നത്. അപ്പൊ ആ സമയത്ത് അത് വേണ്ട, ഇവരെ എന്തിനാണ്, വെറുതെ വർഷങ്ങളായിട്ട് നിന്ന ആളുകളാണ്, അവരെ തിരിച്ചു കൊണ്ടുവരാം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഔദ്യോഗികവും അനൗദ്യോഗികമായ ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. ഏത് സമയത്തും നമ്മുടെ മാണി സാറിന്റെ, അങ്ങനെയാണ് ജോസ് മോൻ എന്നാണ് വിളിക്കുന്നത്, മാണി സാറിന്റെ പ്രിയപ്പെട്ട ജോസ് മോൻ പിന്നെ UDF-ലേക്ക് തിരിച്ചു പോകും, തിരിച്ചു വരും എന്നൊക്കെ ചില നേതാക്കന്മാർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇത് പശ്ചാത്തലം എന്ന് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഇവര് BJP-യുമായിട്ട് അടുക്കുന്നു എന്നൊരു ചില സൂചനകൾ വരുന്നുണ്ടായിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് BJP-യുമായിട്ട് അടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PC ജോർജും ഷോൺ ജോർജും ഒക്കെ ഇവരുടെ നേതൃത്വ സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. BJP-യുടെ പിന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഇവിടുത്തെ പ്രശ്നം മുനമ്പത്തെ ഭൂപ്രശ്നം, അവിടുത്തെ ഭൂമി പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടും വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അവിടെ പിന്നെ ഷോൺ ജോർജാണ് അത്തരം ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പള്ളികളും അരമനകളുമായിട്ട് കത്തോലിക്ക സഭയിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളാണുള്ളത്. അത് ഇവരെ ശരിക്കും ആശങ്കപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ അരമനകളിലൊക്കെ BJP-ക്കാർ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി കടന്നു ചെല്ലുന്നു. അതൊന്നും UDF-നും LDF-നും ദഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അത് പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രം എൻട്രി ഉള്ള സ്ഥലങ്ങളാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അല്ലാത്തവരൊക്കെ അന്നറാന മനാഹി എന്നൊക്കെ ഉള്ള മട്ടിലുള്ള രാഷ്ട്രീയമായിരുന്നു കേരളത്തിൽ നടന്നുകൊണ്ട്. വേറെ ആരും ചെല്ലരുത്, പ്രത്യേകിച്ച് BJP-ക്കാരൊട്ടും ചെല്ലരുത് എന്നുള്ളതാണ്. അവിടങ്ങളിലൊക്കെ ഇവർക്ക് കടന്നു കയറാൻ ചെല്ലുന്നു. പിന്നെ BJP-ക്ക് കടന്നു കയറാൻ സാധിക്കുന്നു. അതേപോലെ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീയുടെ വിഷയം കത്തോലിക്ക സഭയുമായിട്ട് സീറോ മലബാർ സഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണത്. അതിനകത്തിലും BJP സജീവമായിട്ട് ഇടപെടുന്നു. ദേശീയ തലത്തിലും അവർ വളരെ സജീവമായിട്ട് ഇടപെടുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു അടുപ്പം BJP-യുമായിട്ട് അവർ ഉണ്ടാക്കുന്നു. ഇനി ഒരുപക്ഷെങ്കിൽ അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇതിന്റെ ഒരു സൂചനയാണെന്ന് അവർ പറയുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ബേസ് നഷ്ടപ്പെട്ടു പോകുമോ, കത്തോലിക്ക വോട്ടുകളുടെ ബേസ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഭയത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, വളരെ ശക്തമായി ഇതുവരെ നമ്മൾ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരുന്ന നിയമം, വർഷങ്ങളായിട്ട് കോൾഡ് സ്റ്റോറേജിൽ ഉണ്ടായിരുന്ന ആ ഭേദഗതി നിയമം വളരെ പെട്ടെന്ന് മന്ത്രിസഭ അതിന് അംഗീകാരം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം കൂടെ മാത്രമാണ് നമുക്ക് ഓർമ്മിക്കാനുള്ളത്. ഇത് വന നിയമങ്ങളാണ്, കേന്ദ്ര നിയമം അനുസരിച്ച് കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് സംസ്ഥാന സർക്കാരിന് ഇത്ര കണ്ട് നടപടിയെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവർക്ക് ഏകപക്ഷീയമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്നൊന്നും തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതല്ല, ഈ നിയമം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും കയ്യേറ്റം നടത്തിയ ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതിന് 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്കാണ്, നിർമ്മിതികൾക്കാണ് അനുമതി കൊടുക്കാൻ പോകുന്നത്. അതല്ലാതെ 30,000 വരെ പണിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ കാര്യത്തിൽ എന്താകും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള അനധികൃത കയ്യേറ്റങ്ങളും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട് ഇതിനകത്ത്.
ഇങ്ങനെ കയ്യേറ്റങ്ങൾക്കൊക്കെ അംഗീകാരം കൊടുക്കാൻ പോയി കഴിഞ്ഞാല് നമ്മള് പറഞ്ഞില്ലേ, അതിനകത്ത് വരാൻ പോകുന്ന അവസാന ഫലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വന്യജീവികൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇത് ഇടുക്കിയുടെ ചേർന്നുള്ള ബോർഡർ സ്ഥലങ്ങളിലൊക്കെയാണ്, ബോർഡർ സ്ഥലങ്ങളിലും ജില്ലകളിലും ഒക്കെയാണ് ഇറങ്ങി നടക്കുന്നത്. അതിലൊക്കെ എല്ലാം ഈ പിന്നെ ആനയും പിന്നെ കാട്ടുപോത്തും അല്ലെങ്കിൽ കടുവയും ഒക്കെ നമ്മുടെ എറണാകുളം നഗരത്തിൽ കൂടെ തിരുവനന്തപുരം നഗരത്തിൽ കൂടെ പോകും. അതിന്റെ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു ഫൈനൽ റിസൾട്ട് അങ്ങനെ വല്ലതും തെറ്റായി ചെയ്തു കഴിഞ്ഞാൽ